ഈ പെണ്ണിനെ എന്താ പറയുക, ആംബുലൻസ് കിടന്നിട്ട് അതിശക്തമായ വേദന വർദ്ധിച്ചു. കരച്ചിൽ കേട്ടിട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവർ ഇവരോട് വിളിച്ചു പറഞ്ഞു, നമ്മളെ വഴിയിലുള്ള ഏതെങ്കിലും ആശുപത്രി കയറ്റണം, കാരണം എന്താ അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം 3-4 സിസേറിയൻ കഴിഞ്ഞതാണ്. 3 സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പം എന്ത് വയറ് പൊട്ടിപ്പോവും. അമിതമായ അതിശക്തമായ വേദന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് എന്ന് പറയാം. ആ വണ്ടിയിലിരുന്ന് അവർ എനിക്ക് വിളിച്ചു. നടന്ന സംഭവമാണ്. ഇനി ദൃക്സാക്ഷികളും അനുഭവസ്ഥയിൽ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഇപ്പം ചോദിക്കാം. ഞാളുകൾക്ക് മരിച്ചിട്ട് പിന്നെ ചോദിക്കരുത്. രാത്രി 3:30 സമയം അവരെനിക്ക് വിളിച്ചു. ഇത് മെഡിക്കൽ കോളേജിൽ എത്തുമെന്ന് തോന്നുന്നില്ല, ഞാൻ ബേജാറിലാണ്, എന്താ ചെയ്യേണ്ടത്? ഉടനെ അവരോട് പറഞ്ഞു, നിങ്ങൾ 14 ഫാത്തിഹ, ബദർ ശുഹദാക്കൾക്ക് 14 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കും. ഓരോ ഫാത്തിഹ കഴിഞ്ഞാലും മൂർത്താവ് മുതൽ താഴെ വരെ മന്ത്രിക്കും. 14 ഫാത്തിഹ പിന്നെ കഴിച്ചാണ്. ഇത് ഇന്ന് അനുഭവസ്ഥ വരെ ആണുങ്ങളുണ്ടെങ്കിൽ വരെ ഇതിന്ന് അനുഭവസ്ഥ ജീവിച്ചിട്ടുണ്ട്. كريم ومقسط تنفرته في حالتين فحالني كمال جمال للمديح ينشط وناديه يا طه الأمين وعاقب وعشير والهادي وحماد أخبط محمد ياسين وحميد مصطفى كريم السجايا وصفه ليس يضبط عليه صلاة الله ثم سلامه بها يرتقي من كان من قبل فرطوا عليه صلاة الله ثم سلامه بها اقتني ما لا يشابه فيحبط الله ثم سلامه بها أسبق الأقطاب طرا أفرط صلاة الله ثم سلامه صلاة تربي السامعين وينشط عليه صلاة الله ثم سلامه مع الآل والصحب الذين قد اغبطوا. فلا عدة ഒരൊരുക്കു സമാനവുമില്ല ഫിന്നാഇബാത്തി പ്രതിസന്ധികളിൽ സിവാക്കും നബിയെ അങ്ങല്ലാതെ അബ്ദി ഈ പാവപ്പെട്ട അടിമക്ക്, ഈ അടിമങ്ങളല്ലാതെ ആരുമില്ല. പല ഉദ്ദത്തുൻ ഒരു തയ്യാറെടുപ്പുമില്ല. ഫിന്നാഇബാത്തി പ്രതിസന്ധികളിൽ സിവാക്കുമോ അങ്ങല്ലാതെ ലദൽ അബ്ദി ഈ അടിമക്ക്, എനിക്ക് നിങ്ങളല്ലാതെ ആരുമില്ല. വൽ മത്ലൂബ് ദാത്തുക തേടപ്പെടുന്നത് അങ്ങയുടെ ദാത്താണ്. വൽ ഖറദു ആ ദാത്ത് മാത്രമാണ് എൻ്റെ ആവശ്യവും. فما لي إلا أحمد وصحابه وذلك كنز لا يزال وينقرض. فما لي എനിക്കില്ല ഇല്ല അഹ്മദ് അല്ലാതെയും സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബുഹു അവിടുത്തെ സ്വഹാബികളല്ലാതെയും നബിയും സ്വഹാബികളും അല്ലാതെ ആരും എനിക്കില്ല. അവരൊരാളുണ്ടായാൽ മതി, അവർ ജയിക്കും. അവരുണ്ടാകണം. നിങ്ങൾ പണിയെടുത്തോളി, അല്ലാഹുവും കാണും, റസൂലും കാണും. ആയത്തൊന്നുമുണ്ടല്ലോ, അപ്പം ഇന്നത്തെ റസൂലും കാണും എന്നർത്ഥം. എല്ലാം കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, എവിടെയും അടിമകളെ കാര്യങ്ങൾ മൊത്തം ഏറ്റെടുത്ത ആളല്ലേ ഒരു വരിയിൽ പറഞ്ഞല്ലോ. ഇപ്പം കഴിഞ്ഞല്ലോ, പടുത്താണ് വരി കഴിഞ്ഞത്, പടുത്ത പറഞ്ഞത്. ഇപ്പം അടുത്ത കഴിഞ്ഞ അടിമകളുടെ മൊത്തം കാര്യം ഏറ്റെടുത്ത ആളല്ലേ എന്ന് എവിടെയോ ഉണ്ട്. അല്ലാ എവിടെയോ ഉണ്ട്. അടിമകളുടെ മൊത്തം കാര്യം ഏറ്റെടുത്ത ആളല്ലേ ഈ ആൾ എന്നുണ്ട്. എവിടെയോ ഉണ്ട്. അടുത്ത
ഇതാണ് വരി കഴി എന്ന് പിന്നെ നോക്കാം. ഇവിടെ എവിടെയോ ഉണ്ട്. എല്ലാവരെയും കാര്യങ്ങൾ ഏറ്റെടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് فبرهام هذا العبد بالحق لا يذو فلم يكن يخشى من سواك أميرا يزيد أماني مذ عكفت ببابه رعود عدو إذ أراه أسيرا فليخشى يوح لدى كبد السماء نباحا لمغلول الكلاب غديرا. ഫബർഹാം ഈ ഇബ്രാഹിം ഉണ്ടല്ലോ ഹാദൽ അബ്ദി ഈ അടിമ ബിൽ ഹൈഖ് വിലായിക്കുൻ അങ്ങയുടെ അരയെടുപ്പിന് കെട്ടിന് പിടിച്ചിരിക്കുകയാണ്. ഫലം യക്കു യഖ്ഷ മിൻ സിവാക അമീറ നിങ്ങളല്ലാത്ത ഒരാളെയും ഞാൻ പേടിക്കൂല. ഒരു രാജാവിനെ എനിക്ക് പേടിയില്ല. യസീദു അമാനി എൻ്റെ നിർഭയത്വം വർദ്ധിക്കുകയാണ്. 46-ാമത്തെ പേജ്. മുദ അഖഫ്തു ബിബാബിഹി നബിയുടെ വാതിൽക്കൽ ഇരിക്കുന്ന കാലത്തോളം റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന കാലത്തോളം എനിക്ക് നിർഭയത്വം അധികരിക്കുകയാണ്. ഇന്നൊരുക്കും തുരക്കത്തോട്ടം കഴിയില്ല. അവൻ ഇവിടുത്തെ രാജാവായാലും മതി. രാജാവിനെയും മന്ത്രിമാരും മുതലാളിമാരെയും ഒക്കെ നമ്മൾ സേവിക്കുകയും അവർക്ക് വേണ്ടി അവസാന പാടുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? നബി നമ്മളെല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു റസൂലുള്ള ഒരു മനുഷ്യൻ പേടിക്കണ്ടേയില്ല. رعود عدو إذ أراه حسيرا فليخشى يوح لدى كبد السماء نباحا لمغلول الكلاب ضريرا. فليخشى يوح സൂര്യൻ ഭയപ്പെടാറുണ്ടോ? ലദാ കബദി സമ ആകാശത്തിൻ്റെ കരളിൽ താമസിക്കുന്ന മുഗൾ പരപ്പിൽ അകലെ അങ്ങത്ര ഉച്ചയുടെ ഉച്ചയിൽ കരളിൻ്റെ ആ വിണ്ണിൻ്റെ കരളിലിരിക്കുന്ന ആ സൂര്യൻ ഭയപ്പെടാറുണ്ടോ? നുബാഹൻ ഒരു കൊരക്കലിനെ ലിമഗലൂൽ കിലാബി ഒരു കെട്ടിയിട്ട നായയുടെ കൊര സൂര്യന് പേടിയുണ്ടോ? കെട്ടിയിട്ട നായയുടെ കൊര ആകാശത്തിൻ്റെ ഉച്ചയിലുള്ള സൂര്യൻ പേടിക്കാറുണ്ടോ? എന്താണ് പേടിക്കോ? എന്തുകൊണ്ട്? എന്തൊരു കൗമാണ്, എന്തൊരു വിഡ്ഢികളാണ് പഠിച്ചോനെ. വിഡ്ഢികളെ കാലത്ത് ജീവിക്കാൻ ഒരാൾ നേർച്ചയാക്കി അന്ന് ജീവിക്കണം. അപ്പോഴത്തെ എന്താ പറഞ്ഞർത്ഥം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തോ ഒരു മനുഷ്യന്മാരാണ്. സൂര്യൻ അത്രയും മേലെയാണ്. നായ എന്താണെങ്കിലും ചാടിയാൽ എവിടെ എത്തൂല? സൂര്യൻ എത്തും. പിന്നെന്തിനാ സൂര്യന് പേടിക്കണം? ഞാൻ റസൂലുള്ളാഹിന്റെ മേൽ കെട്ടപ്പെട്ട ആൾ, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്. അപ്പോൾ പിന്നെ ഒരു രാജാവിന് എനിക്ക് പേടിയില്ല. കാരണം അവരൊക്കെ ഈ കുരക്കുന്ന നായ്ക്കൾ മാത്രമാണ്. ഞാൻ സൂര്യനെ പോലെയാണ്. അതും ഏത് നായ? മഗ്ലൂലുൽ കിലാബ്. മഗ്ലൂലാണ്. എന്താണ്? ചെങ്ങലക്കിട്ട നായ. മനസ്സിലായില്ല? വിട്ടാക്കിയ നായാണോ? പറടോ, രാത്രി വിട്ടാക്കിയ നായാണോ? അല്ല. മഗ്ലൂലുൽ കിലാബ് നായ്ക്കളിൽ ഇടക്കപ്പെട്ട നായി. അപ്പൊ ആ ചെങ്ങലക്കിടപ്പെട്ട നായയെ ചെങ്ങലക്കിട്ടിട്ടില്ലെങ്കിൽ തന്നെ ആർക്കും പേടിയില്ല, സൂര്യനോടില്ല. ഇതെന്തുവാണ്? കെട്ടിയിടപ്പെട്ട നായയെ സൂര്യൻ പേടിക്കോ എന്നതുപോലെയാണ് ഒരു രാജാവിനെയും എനിക്ക് പേടിയില്ല. ചിന്തിക്ക്. വലിയ വലിയ രാജാക്കന്മാരടക്കമുള്ള തോന്നിയാസം ഈ അടുത്ത ദിവസം പുറത്ത് വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ മിണ്ടുന്നത് കേട്ടില്ല.
അതേസമയത്ത് ഏതെങ്കിലും ഒരു സാധുവായ പെണ്ണിനെ ആണിനെയും എല്ലാവരും വേട്ടയാടും. ഒരു സാധുവായ പെണ്ണിൻ്റെ ഒരു തെറ്റ വേട്ടയാടും. വലിയ വലിയ അറബ് രാജാക്കന്മാർ ഉൾപ്പെടുന്നവർ അടുത്ത ഒരു വലിയ ക്രൈം ഈ അടുത്ത ദിവസം പുറത്തു വന്നു. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയക്കാരൻ പറയും നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഒരു മൂല്യൊരു വയലിൽ പറയും നിങ്ങൾ കേട്ടോ? എന്തുകൊണ്ട്? ഓൻ്റെ കൽബിൽ ആരില്ല, അല്ലാഹു റസൂലുമില്ല, ഓൻ്റെ തലയിൽ കെട്ടേ ഉള്ളൂ. അവർ പേടിക്കാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഞാനെന്താ പറയാത്തത്? ഞാൻ രണ്ട് കാര്യത്തിന് പറയാത്തത്. ഒന്ന്, എൻ്റെ സാത്താനത്തിൽ നവലോകക്രമം എന്ന പുസ്തകം നിങ്ങൾ ആദ്യം വായിക്കണം. വായിച്ച ഒരാൾക്ക് ഇത് അത്ഭുതമായി തോന്നില്ല. അത് ഏകദേശം ഒരു 5-8 മാസം മുമ്പ് പുറത്തിറങ്ങിയ പുസ്തകമാണ്. അത് വായിച്ച ഒരാൾക്ക് ഇതും ഇതിനപ്പുറവും ഈ ലോകത്ത് സംഭവിക്കും, ഈ ലോകത്ത് യഥാർത്ഥവും നന്മയല്ല സംഭവിക്കുന്ന ഒക്കെ തിന്മയാണെന്ന പുസ്തകത്തിലുണ്ട്. സാത്താന നവലോകക്രമം എന്ന എൻ്റെ പുസ്തകം വായിച്ച ഒരാൾക്ക് എന്തിലും അയാൾക്ക് ഒരു അത്ഭുതം തോന്നില്ല. കാരണം ഈ നടക്കുന്നതെല്ലാം ചതികളാണ് എന്ന് അയാൾക്ക് നിസ്സാരമായി എളുപ്പത്തിൽ ബോധ്യപ്പെടും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒന്ന്, ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 2, പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്ത് പറയണ്ട. ഇതൊന്നൊന്നുമല്ല, ഇതിനപ്പുറത്ത് പറയണ്ട. ഇപ്പോൾ അത്തിരി പറയണ്ടു. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പറയേണ്ട ആളുകൾക്ക് പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? അവരുടെ കൽബിൽ ആരില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു റസൂലുമില്ല, അല്ലാഹു റസൂലുള്ള ഞാൻ നബിയുടെ വാതിൽക്കൽ എത്തിക്കാതിരിക്കുന്ന കാലം മുതൽ എനിക്ക് നിർഭയത്വം അധികരിക്കുകയാണ്. ഒരിക്കലും പേടിയില്ല. ഒരു അമീറിനെയും നിങ്ങളല്ലാത്ത ഒരാളെയും പേടിയില്ല എന്ന്. സൂര്യൻ പേടിക്കുമോ? ലതാക്കബദിസമ, ആകാശത്തിന്റെ ഉച്ചയിലുള്ള സൂര്യൻ പേടിക്കുമോ? നുബാഹൻ, ഒരു കുരയെ മകലൂലിൽ കിലാബി, കെട്ടിയിട്ട നായക്ക്, ചെങ്ങലക്കെടുപ്പെട്ട നായയുടെ ഒരു കൊര സൂര്യന് പേടിയുണ്ടോ? ഇല്ലല്ലോ. അതെൻ്റെ അവസ്ഥ എന്ന് വരീറൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ചെങ്ങല കിട്ടാന്ന് ഉദ്ദേശം എന്നാ എന്നെപ്പോലത്തെ അന്തല്ലാത്തൊരു ഇവിടെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അല്ലടാ, ചെങ്ങല കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അങ്ങോട്ട് എത്തൂല. ചെങ്ങല കിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെത്തൂലല്ലോ, എവിടേക്കെത്തൂലല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ പരമാവധിയാണ്. ഒരു സാഹിത്യം അങ്ങോട്ട് കയറ്റി പറയും. മനസ്സിലാണ്ട് പറഞ്ഞത്. ഒരു വലിയ ഫയൽമാനായ ഒരു ഭയങ്കര കരുകരുത്ത മല്ലൻ, ഒരു ഫയലിൽ ഒരു മല്ലൻ, ആ മല്ലനോട് തല്ലാൻ വേണ്ടി ഒരു എന്താ പറയുക, സുഖമില്ലാതെ കാലുകൊണ്ട് ചെയ്യാത്ത ഒരുത്തൻ വന്നാൽ ഓം പറയാ എന്ത് പറയാ? എടാ, ഞാൻ കരുകരുത്ത മല്ലന്മാരെ തന്നെ പേടിക്കൂല, പിന്നുണ്ടോ ഇജ്? അതൊക്കെ എണീക്കാൻ എന്തെന്നല്ല, കാലനല്ല, പിന്നെന്തോ കാലില്ലാത്ത ഇജ്. എന്തേ? കാലില്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കൂല. അനക്കോട്ട് കാലുമില്ല. കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ തന്നെ നായയെ സൂര്യന് പേടില്ല, പിന്നെ കെട്ടും കൂടി ചെയ്താലോ എന്നർത്ഥം. സാഹിത്യത്തിനെ പരമാവധി അങ്ങോട്ട് എന്ത് ചെയ്യുക, കയറ്റുക. ഇതൊക്കെ സാഹിത്യത്തിൻ്റെ ശൈലികളാണ്, സാഹിത്യ ശൈലി. അതായത് പരമാവധി ഒരിക്കലും എന്തില്ല, സൂര്യന് പേടിക്കേണ്ട ഒരാവശ്യം, മനുഷ്യനെ പേടിക്കേണ്ട സാധനമാണ് ഈ നായ. കാരണം ഇതിനെ എന്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്, ചെങ്ങല കെട്ടിട്ടുണ്ട്. മനുഷ്യനെന്നെ പേടിക്കേണ്ടത് അല്ലാത്തതാണ് ഈ നായ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം അത് മഗ്ലൂലാണ്, നിങ്ങൾ ചെങ്ങല കെട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഈ ദുനിയാവിലെ എല്ലാ നായ്ക്കളും കുറച്ചാലും പേടിയില്ലാത്ത സൂര്യന് ഈ കെട്ടിട്ട നായനെ പേടിയുണ്ടോ എന്ന് പറയുമ്പോൾ സാഹിത്യത്തിന് പരമാവധിയാണ് എന്ന് എന്തുകൊണ്ട് ഈ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നത് എവിടെയാണ്? ഞാൻ ലബ്ധിപ്രതിഷ്ഠനായിരിക്കുകയാണ്. ആരുടെ മുന്നിൽ?
പുണ്യ റസൂലിൻ്റെ വാതിലിൻ്റെ മുന്നിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തിരിച്ചു വരി. ഇതൊക്കെ സാഹിത്യത്തിൻ്റെ വലിയ വലിയ ശൈലികളാണ്. പിന്നെ فلا عدة في النائبات سواكم لذا العبد والمطلوب ذلك ذاتك والغرض فما لي إلا أحمد وصحابه وذلك كنز لا يزال وينقرض فما لي എനിക്കില്ല ഇല്ല അഹമ്മദ് മുസ്തഫ അല്ലാതെ വസ്സഹാബു അവിടുത്തെ സ്വഹാബികളും അല്ലാതെ വദാലിക ആ മുതൽ കൻസുൽ ഒരു നിധിയാണ്. നബിയും നബിയുടെ സ്വഹാബികളും ഒരാളെ കൂടെ ഉണ്ടാകുക എന്നുള്ള ഒരു നിധിയാണ്. ലാ യസാലു ഒരിക്കലും നീങ്ങിപ്പോകാത്ത വയങ്കരുതു ഒരിക്കലും തീർന്നു പോകാത്ത. അവിടെ വദാലിക്ക രണ്ടും സാധനം ഒന്നാണ്. പക്ഷെ ബെയ്ത്തിൻ്റെ പ്രാസത്തിന് സൗകര്യത്തിന് ദാലിക്ക എന്നുള്ളത് ദാലിക്കാക്കലാണ് നല്ല. രണ്ടും ഒരർത്ഥാണ്. ദാക്ക എന്ന് പറഞ്ഞാലും ദാലിക്ക എന്ന് പറഞ്ഞാലും ഒരർത്ഥാണ്. മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം കൂടി കൂട്ടലാണ് പ്രാസത്തിന് നല്ലത്. വദാലിക്ക എന്ന്. പിന്നെ വദാലിക്ക നബിയും സ്വഹാബികളും കൂടെ ഉണ്ടാവുക എന്നത് കൻസുൻ ഒരു നിധിയാണ്. ലാ യസാലു നീങ്ങിപ്പോകാത്ത യൻഖരിദു തീർന്നു പോകാത്ത നീങ്ങിപ്പോകാത്തതോ തീർന്നു പോകാത്തതോ ആയ നിധിയാണ് എന്ത്? നബിയും സ്വഹാബവും ഒരാളുടെ കൂടെ ഉണ്ടാകൽ. പിന്നെ കയ്യിൽ നിധിയുണ്ട്. നമ്മൾ എന്ത് നിധി നടത്തിയാലും തീരും. നബിയും സ്വഹാബിയും കൂടെ തീരൂല്ല. എന്ന് നബിയും സ്വഹാബികളും ഒരു നാട്ടിൽ ഒരു പള്ളിയുടെ ഭരണത്തിൻ്റെ കാര്യത്തിൽ സുന്നികളും അസുന്നികളും തമ്മിൽ ഒരു കാലത്ത് ഒരു തർക്കമുണ്ട്. അങ്ങനെ വോട്ടിനിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വോട്ടിനിടാൻ തീരുമാനിച്ച് ഇപ്പോൾ തലേന്ന് രാത്രി സുന്നികൾ എന്ത് ചെയ്തു? നാട്ടിൽ മലബാർ നടന്നൊരു സംഭവമാണ്. ഞാൻ പിന്നെ അതിൻ്റെ കൃത്യത പറയാത്തെന്ന് അങ്ങനെ ട്രോളണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ സത്യമാണ്. അങ്ങനെ തലേന്ന് വോട്ടിൻ്റെ തലേന്ന്, കാരണം സുന്നികൾ അവിടെ പ്രത്യേകിച്ച് ജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പം പിന്നെ അവർ തലേന്ന് അവർ അസ്മാവ് ബദർ ചൊല്ലിയിട്ട് ബദർ വെയ്ത്ത് ചൊല്ലിയിട്ട് ബദരീങ്ങളെ കൊണ്ടും ഷുഹദാഉൽ ബദരീങ്ങളെ കൊണ്ടൊക്കെ തവസ്സുലാക്കി ദ്വായിരുന്നു. അപ്പോൾ അസുന്നികൾ കളിയാക്കി ആ ബദരീങ്ങൾ ഇറങ്ങിയിരിക്കും നാളെ വോട്ടിന്. വോട്ട് കഴിഞ്ഞു, പെട്ടി പൊളിച്ചു, 14 വോട്ട് കൂടുതൽ. മനസ്സിലായില്ല നടന്ന സംഭവം. 14 ആരാണ്? 14 പറയാ ആരാണ്? ബദറിലെ ശ്രോതാക്കൾ عقلهم ورافع وصفوان وسعد ثم عوف وبيدة ومعبد وعمير وعارثة وبشر وعمير ويزيد وذي الشمال. മനസ്സിലായില്ലേ? ഇതാണ് എന്ത്? അതന്നെ ഞാൻ പറയാം. എനിക്കറിയാമോ അറിയാം. എൻ്റെ നാട്ടിൽ അറിയില്ലേ? 14 കറക്റ്റ് 14 ഒരു ബദരി ശ്രോതാക്കളെ തവസ്സിലാക്കിയതായിരുന്നു. അപ്പം മറ്റൊരു കളിയാക്കി ബദരിങ്ങൾ ഇറക്കുക നാളെ വോട്ടിന് ഇറങ്ങി. പിറ്റേന്ന് വോട്ട് എണ്ണി നോക്കുമ്പോൾ 14 കൃത്യം 14 വോട്ട് കൂടുതൽ. എന്നെ എന്താ അതിൻ്റെ അത്ഭുതം? ഒന്നും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു ഗർഭിണിയെ ദൂരെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. ആ ഗർഭിണിക്ക് വളരെ വേദന ആശുപത്രി കാണിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ ലോക്കൽ ആശുപത്രി കാണിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തുള്ളൂ. പല സിസേറിയൻ നടന്ന ഒരു പെണ്ണാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ രാത്രി കൊണ്ടുപോകുന്ന രാത്രി 2 മണി 3 മണി 3 മണി നേരം. ഞങ്ങൾക്കിവിടെ സൗകര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തി. ഇവിടുന്ന് നേരത്തെ സിസേറിയൻ നടന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഞാൻ വിട്ടോളി. ഇവിടെ സൗകര്യങ്ങളില്ല. 3 മണി നേരം കാറിൽ കൊണ്ടുപോകും. കാറിൽ പറ്റൂല. ആംബുലൻസ് വിളിച്ചോളി. അങ്ങനെ ആംബുലൻസ് വിളിച്ച് ഗർഭിണിയെ ആശുപത്രി കൊണ്ടുപോവുക. അതിൻ്റെ ബന്ധുക്കൾ ഒറ്റവരും ഉടയവരുമായ ആളുകൾ.
അപ്പോൾ ഈ പെണ്ണിന് എന്താ പറയുക, ആംബുലൻസ് കടന്നിട്ട് അതിശക്തമായ വേദന വർദ്ധിച്ചു. കരച്ചിൽ കേട്ടിട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവർ ഇവരോട് വിളിച്ചു പറഞ്ഞു, നമ്മളെ വഴിയിലുള്ള ഏതെങ്കിലും ഒക്കെ ആശുപത്രി കയറ്റണോ, കാരണം എന്താ അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം 3-4 സിസേറിയൻ കഴിഞ്ഞതാ, 3 സിസേറിയൻ കഴിഞ്ഞതാ. അപ്പം വയറ് പൊട്ടിപ്പോവും, അമിതമായ അതിശക്തമായ വേദന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് എന്ന് പറയാം. ആ വണ്ടിയിലിരുന്ന് അവർ എനിക്ക് വിളിച്ചു. നടന്ന സംഭവമാണ്. ഇനി ദൃക്സാക്ഷികൾ അനുഭവസ്ഥയിൽ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഇപ്പം ചോദിക്കാം. ആളുകളൊക്കെ മരിച്ചിട്ട് പിന്നെ ചോദിക്കരുത്. രാത്രി 3:30 മണി നേരം, 3:30-3:45 സമയം അവരെനിക്ക് വിളിച്ചു. ഇത് മെഡിക്കൽ കോളേജിൽ എത്തുമെന്ന് തോന്നണില്ല, ഞാൻ ബേജാറിലാണ്, എന്താ ചെയ്യേണ്ടത്? ഉടനെ അവരോട് പറഞ്ഞു, നിങ്ങൾ 14 ഫാത്തിഹ, ബദർ ശുഹദാക്കൾക്ക് 14 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്ക്. ഓരോ ഫാത്തിഹ കഴിഞ്ഞാലും മൂർത്താവ് മുതൽ താഴെ വരെ മന്ത്രിക്ക് 14 ഫാത്തിഹ. പിന്നെ കഴിച്ചാറുണ്ട്. ഇത് ഇന്ന് അനുഭവസ്ഥ വരെ ആണുങ്ങളുണ്ടെങ്കിൽ വരെ ഇതിന്ന് അനുഭവസ്ഥ ജീവിച്ചിരിപ്പുണ്ട്. ഇത് ഏകദേശം 1 ആഴ്ച 1.5 ആഴ്ച മുമ്പ് പറഞ്ഞ സംഭവം. നട്ടപ്പാതിര 3-3:30 മണി, 3:30-3:45 ആ സമയമാണ്. ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരത്താണ്. അത്ര ദൂരം ഈ പെണ്ണ് പോകുന്നു തോന്നുന്നില്ല. വേറെ ഒരു സ്ഥാപനത്തിൽ കയറ്റാനും കഴിയില്ല. വയറ് പൊട്ടാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. എന്ത് ചെയ്യണം? ഉടനെ മറുപടിയാണ്, റബ്ബിൻ്റെ സഹായത്താൽ നിങ്ങൾ 14 ഫാത്തിഹ. അപ്പോൾ 14 എൻ്റെ വലിപ്പത്തലാന്ന് വിചാരിക്കണ്ട, ഞങ്ങളും വിചാരിക്കണ്ട. ഞാൻ ഫോൺ കട്ട് ചെയ്തു പോലും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദന്മാരോട് ചോദിച്ചു. അങ്ങനെയുള്ളൂ, ആരോട് ചോദിച്ചാൽ അവരതിൻ്റെ മേലുള്ള ഒരു. ഞാൻ ഉടനെ എൻ്റെ ഉസ്താദന്മാരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതറിയുന്നു. ഉടനെ ഞാൻ ഒരു കുറിച്ച് പറഞ്ഞു, 1 മിനിറ്റ് 14 ഫാത്തിഹ ബദർ ശുഹദാക്കളുടെ പേരിൽ آخرهم ورافعهم وصفوان وسعد ثم عوف ومهجع وعبيدة ومعبد وعمير وحارثة ومبشر وعمير وذي الشمالين ويزيد رضي الله عنه. മനസ്സിലായോ പറഞ്ഞത്? എത്ര ആളാണ്? 14. ആ പേരാണ് പേരെണ്ണിയത്. ആ 14 ആളുകൾക്ക് 14 ഫാത്തിഹ. പേരൊന്നും നിങ്ങൾക്ക് അറിയണ്ട, ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ മേൽ എന്ത് ചെയ്യും? ഫാത്തിഹ ഓതിയിട്ട് ഗർഭിണിയുടെ മുകളിൽ മുതൽ കാല് മുതൽ വരെ മന്ത്രിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് അവർ വിളിച്ചു. ആശ്വാസമുണ്ട്. മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ ഇവർക്ക് നാണായി. എന്താ നാണം? വേദനയില്ല, ഒരു കുഴപ്പമില്ല. എമർജൻസിയിലേക്ക് കയറ്റണമെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് കാണണം? ഈ ഗർഭിണിക്ക് എന്ത് കാണണം? വേദന ഇല്ല. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർക്ക് നാണം. അവിടെ ആള് കാത്തിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. ആൾക്കൊരു കുഴപ്പമില്ല. സ്ട്രെച്ചറിന്ന് എണീറ്റിട്ട് പോകുന്നു, മൂത്രിക്കാൻ പോകുന്നു, എനിക്ക് വരുന്നു, മറ്റൊരു മാറ്റിയിടും. ഇത് എമർജൻസി വാർഡാണ്. ആണുങ്ങളുണ്ടോ ഇങ്ങനെ സംഭവം ഉണ്ടോ? സംഭവം ഇല്ല എന്ന് പറയാൻ ആണുങ്ങളുടെ പറയും. ആ പെണ്ണുങ്ങളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നെ പെണ്ണുങ്ങളെ മുഖത്ത് മുണ്ടെടുത്തിട്ട് പറയിക്കാൻ കഴിയൂല. പരിശോധകരായ ആളുകളുണ്ടെങ്കിൽ പറഞ്ഞേക്കി. ആ 2 പെണ്ണുങ്ങൾ ഇന്ന് ജീവിച്ചിട്ടുണ്ട് മന്ത്രിച്ചവര്. ഒരു പെണ്ണ് പറഞ്ഞു എനിക്ക് പീരിയഡ്സിന് ടൈമാണ്, എന്നത് ചെയ്യേണ്ട. മറ്റേയാളോ അങ്ങനെയല്ല. ചൊല്ലി കൊടുത്തു. കഴിഞ്ഞ് ക്ലിയർ. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവർക്ക് പ്രയാസമായി. എന്തുകൊണ്ട്? ഈ കുട്ടിക്ക് എന്തില്ല, വേദന ഇല്ല. ആരോട് ഇടപെട്ടു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ലില്ലാഹി ഇബാദൻ. അല്ലാഹുക്ക് ചില ദാസന്മാരുണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്. അവർ ഇടപെടാനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ ദാസന്മാർ ഇടപെടും. അവർ ബദരീങ്ങളെക്കാൾ വലിയ ആളുകളാരാ?
എന്ത് ബദരീങ്ങൾ എനിക്ക് തിരിയും, കുടുങ്ങിയാൽ വരും. കുടുങ്ങാത്തവന് പറയാം എന്ത് ബദരീങ്ങൾ, കുടുങ്ങിയാൽ വരും. മനസ്സിലായില്ല? കക്കൂസ് പോകണമെങ്കിൽ 5 ഉറുപ്പ്യ കൊടുക്കണം എന്നാണ് മുനിസിപ്പാലിറ്റി കക്കൂസ് എന്ന് പറയും. അപ്പോൾ പറഞ്ഞു 5 ഉറുപ്പ്യ കൊടുത്തിട്ട് എനിക്കങ്ങനെ വയറ്റെന്ന് പോകണമെന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കണം പറഞ്ഞു. എനിക്ക് മുട്ടിയിട്ടുണ്ടാവില്ല. മുട്ടിയിട്ടുണ്ടെങ്കിൽ 5 അല്ല 50 കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ എന്ത് ബദരീങ്ങൾ മറ്റു ബദരീകൾ എന്നൊക്കെ പറയാക്കാണ്ടൊക്കെ പ്രശ്നങ്ങളില്ലാത്തവനാണെങ്കിൽ മറ്റോ എന്തും പറയും. അത് അല്ലാഹു സുബ്ഹാനഹു ഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹുവിന് ചില പ്രത്യേക അടിമകളുണ്ട്, അവർ സഹായിക്കും. അവർക്ക് സഹായിക്കാനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? അല്ലാഹ്. നിഷേധിക്കണവരൊക്കെ നിശ്ചയിച്ചോളി. ഇത് സംഭവിച്ചത് 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ മന്ത്രിച്ചു കൊടുത്ത ആളുകളും ഞാനത് വിളിച്ചു പറഞ്ഞ ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ വലിപ്പത്തരം എന്നോട്ട് വിചാരിക്കും വേണ്ട. ഞാൻ എന്ത് ഒരാൾ പറഞ്ഞാലും ഒറ്റക്ക് പറയില്ല. അതിൻ്റെ കിബറോ അല്ലാഹു കാക്കട്ടെ. അപ്പം നേരെ അപ്പുറത്തേക്ക് ഫോർവേഡ് ചെയ്യും. എൻ്റെ ഉസ്താദ്മാരുണ്ട്, ഉണർന്നിരിക്കുന്നവർ, നട്ടപ്പാതിരിക്കും ഉണരാത്തവരുണ്ട്, നട്ടപ്പാതിരിക്കും ഉറങ്ങാത്തവരുണ്ട്. എൻ്റെ ഉസ്താദ്മാർ അവരോട് പറയും, എന്ത് പ്രശ്നം പറയും, എന്തും. അതുകൊണ്ട് മൂക്ക് കുത്തിയിട്ട് വീഴും ഒരാളും വിചാരിക്കണ്ട. കാലുത്തിന്നേ ഉള്ളൂ. നമ്മൾ മൂക്ക് കുത്തി വീഴില്ല, നമ്മൾ കാലുത്തി വീഴും. എന്തുകൊണ്ട്? നമ്മൾക്ക് മുന്നിൽ മുകളിൽ ആളുണ്ട്. അവരല്ലാതെ മുഖറബീങ്ങളാണ്. പിരിക്കുന്നുണ്ട്. എന്ന് വളരെ ചിന്തിക്കണം. ഇതൊന്നും തമാശ പറയല്ല. അല്ലാഹു നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകൾ. അതാണ് മുത്തുനബിയും. അതാണ് എന്ത് പറഞ്ഞത്. എനിക്ക് ആരും മതി. എനിക്ക് നബിയും സഹാബികളും മതി. ആരും വിഷമിക്കണ്ട, തങ്ങളാരും വിഷമിക്കണ്ട. ഇനിയിപ്പോൾ പറയണത് നിങ്ങളോട് ഞാൻ പറയാണ്. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ കുടുങ്ങിയ നേരത്തെ അതിനൊരു പരിഹാരം ഉണ്ടാകും. ദാറുൽ ഖുർആനിൽ പ്രത്യേകിച്ചും പരിഹാരം ഉണ്ടാവാറുണ്ട്. എന്തിനും ഇൻഷാ അല്ലാഹ്. അത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാവാറുണ്ട്. എന്ത് എന്ന് പറഞ്ഞാൽ എന്തും. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് വിശ്വാസം വേണം. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ പോരാ. മന്ത്രിച്ച് ഊതുന്നവൻ എന്ത് വേണം? ബദരീങ്ങൾ ഇവിടെ ഇടപെടും എന്ന് പറഞ്ഞാൽ ഇടപെട്ടു. 10 മിനിറ്റ് വേദന പോയി. 60 കിലോമീറ്റർ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഹൈ സ്പീഡിൽ ഇനി വണ്ടി ഓടിക്കരുത്, നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ. കാരണം ആ നേരത്തെ ഇവിടെ വെള്ളം പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഇപ്പം ഈ അടുത്ത ദിവസം ആരോ എന്നോട്, സലാമിനല്ലേ പറഞ്ഞ്, ഒരാളിനോട് പറഞ്ഞല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞ്, ആംബുലൻസ് വെള്ളത്തേക്ക് മറിഞ്ഞു, ഡ്രൈവർ മരിച്ചു അല്ലേ? അങ്ങനെയല്ലേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ, മെല്ലെ പോയാൽ മതി, ആക്കം പോലെ പോയാൽ മതി. ഇവരിവിടുന്ന് എക്കത്താതെ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾക്കാണ് ആകൂല, അത് എത്തണില്ലല്ലോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ബേജാറ്. നമ്മൾ ഇനി ഡ്യൂട്ടി ഡ്രൈവർ ഡോക്ടറോട് എന്ത് പറയും? കാരണം കുട്ടി കുഴപ്പമൊന്നുമില്ല. മനസ്സിലോണ്ട് പറഞ്ഞത്. കാരണം ഇവിടെ ഇതടോ നിങ്ങളാരും ഭൂമിയല്ല, ധാരഭൂമിയാണ്, അള്ളാഹിൻ്റെ ഭൂമിയാണ്. അള്ളാഹ്ക്ക് ഇവിടെ ചില ദാസന്മാരുണ്ട്, അവർ ഇടപെട്ട കഴിഞ്ഞ്. അവരിടപെടുക എന്ന് പറഞ്ഞാൽ ആരിടപെടലാണത്? അള്ളാഹ് ഇടപെടലാണ്. അത്ര തന്നെ. അവരിടപെട്ട് അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല. എറിഞ്ഞതാരാണ്? അള്ളാഹുവാണ്. അവരിടപെട്ടാൽ അള്ളാഹുവാണ് ഇടപെടുക അല്ലേ? അങ്ങനെ തന്നെയല്ലേ? മനസ്സിലായാലും കുട്ടിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശ്വസിച്ചോളി. ബദരീങ്ങൾ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ലോകാവസാനം വരെ അവർ മുഅ്മിനീങ്ങളെ സഹായിക്കും. അതെങ്ങനെയാണ് എനിക്കറിയേണ്ട ആവശ്യമില്ല. അവരോട് പറഞ്ഞാൽ അവിടെ അള്ളാഹിൻ്റെ ഇടപെടൽ വരും. ഇടപെടുന്ന ആര് തന്നെയാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹ് ഒഴിവാക്കൂരെ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ ഭൂലോകത്ത് വീണ ഏറ്റവും വലിയ മഹാന്മാർ ആരാണ്? ബദരി പറയടാ, ആരാണത്?
ബദർ ശ്രോതാക്കളല്ലേ, അവരെ കാണാതെ പേര് കാണാതെ പഠിക്കണം. ആഖിലിഹിം വറാഫിഇഹിം വസഫ്വാൻ വസഅദ് സുമ്മ ഔഫിൻ വമഹ്ജഇൻ ഉബൈദത്തും വഅബ്ദിൻ വഉമൈദിൻ വഅരിസത്തും ബശിരിൻ വഉമൈദിൻ വദിശ്ശിമാലൈനി വയസീദ. എത്ര? 14. കാണാതെ പഠിക്കണം, കാണാതെ പഠിക്കണം, കാണാതെ പഠിക്കണം. ഇത് കേട്ടിട്ട് കാണാതെ പഠിക്കണം, കാണാതെ പഠിക്കണം. അവരെ പേര് കാണാതെ പഠിക്കണം. അതെപ്പോഴും നമുക്ക് ഓതുണ്ടാവണം. നമ്മൾ ബദർ ശ്രോതാക്കളുടെ പേര് ഓതുണ്ടാവും. അതൊക്കെ നമ്മൾ ആരാണ്? നമ്മളെ ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമുക്ക് ബദരീങ്ങളാണ് വലുത്. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാളും നബിയാണ് പ്രധാനം. നബിക്ക് എൻ്റെ മേൽ ഒട്ടിയ ആളുകളെ പറ്റി ബിൽ ഹഖ് ലഇദു എന്ന് പറഞ്ഞില്ലേ, ഊരമ്മ പിടിച്ചവരവരൊക്കെ. അവർ വീണത് ആർക്ക് വേണ്ടിയും? അള്ളാഹുവിനും റസൂലിനും വേണ്ടി. അതാ പറഞ്ഞത് ഫമാലിയ ഇല്ല അഹ്മദു, എനിക്ക് അഹമ്മദ് നബി അല്ലാതെ മറ്റാരുമില്ല. വസ്വഹാബുഹു, അവിടുത്തെ സ്വഹാബികൾ.